ഹായ്, നമ്മളിന്ന് അപ്പൻ്റെ കൂടെ പറമ്പിൽ അടയ്ക്ക പെറുക്കാൻ കയറി പോകണേ. ഈ പൊഴിഞ്ഞ് വീഴുന്ന അടയ്ക്ക മുഴുവൻ പെറുക്കി എടുക്കണമെന്ന് അപ്പം പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇന്ന് റബ്ബറും വെട്ടിയിട്ടുണ്ട്, താഴെ മുകളിലും വെട്ടി വെച്ചേക്കുന്നു. ഇതെന്നെ അടപാടെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ കിടന്ന് അടയ്ക്ക മുഴുവൻ പെറുക്കി ചാക്കിലാക്കി. പെറുക്കി വന്നപ്പോൾ ഏകദേശം ഒരു 2 ചാക്ക് നിറയെ അടയ്ക്ക കിട്ടി കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു മുകളിൽ പറമ്പിൽ കരിക്ക് വീണ് കിടപ്പുണ്ട്, വേണേൽ പോയി പെറുക്കിക്കോളാൻ പറഞ്ഞു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടടാ ഒരു 10-12 കരിക്ക്. അത് മുഴുവൻ ചാക്കിലാക്കി നേരെ താഴെ വീട്ടിലോട്ട്. നല്ല വെയിലല്ലേ, അപ്പം തന്നെ പ്രപഞ്ച പോരാളി നമുക്കൊരു കരിക്ക് വെട്ടി തന്നേ. നമ്മളിത് മാക്ക് കുടിച്ചു. അത് കഴിഞ്ഞ് മറ്റേ കരിക്കും വെട്ടി തന്നു അമ്മ. കരിക്കെന്ന് തന്നെ ഒരു സ്പൂണൊക്കെ ഉണ്ടാക്കി. അങ്ങനെ നമ്മൾ താഴെ ചെന്ന് കഴിഞ്ഞപ്പോൾ പാലൊഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൈ മുക്കാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഓരോ ഷീറ്റിലും നമ്മൾ നമ്മുടെ കൈ വിരലങ്ങ് പതിപ്പിച്ചു. ഇനിയിപ്പോൾ ഇതിൻ്റെ റിസൾട്ട് വൈകുന്നേരം ഷീറ്റ് അടിക്കാൻ വരുമ്പോൾ അപ്പം എനിക്ക് തന്നോളും. അത് പിന്നെ ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കും, അത് വേറെ കാര്യം. അങ്ങനെ നമ്മൾ ഷീറ്റെല്ലാം കണ്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നുള്ള കാഴ്ചയാണേ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഈ കിളിക്കുഞ്ഞ്. ഇതിനെ എവിടുന്ന് കിട്ടി എങ്ങനെ കിട്ടിയെന്നല്ലേ ഇപ്പം കാണിച്ചു തരാവേ. ഇരിക്കുന്ന മുതലുണ്ടോ, ഇവൻ പിടിച്ചതാ. ഒന്നും അറിയാത്ത പോലെ തെണ്ടി പോയി ഇരിക്കുന്നത് കണ്ടില്ലേ. അങ്ങനെ അതിനെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് എല്ലാം സെറ്റാക്കി അതിനെ പറക്കാൻ പറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞപ്പം നമ്മളതിനങ്ങ് പറത്തി വിട്ടു. ഇപ്പോൾ കാണിച്ചു തരാവേ. കണ്ടോ, അത് അതിൻ്റെ ജീവനം കൊണ്ട് പറന്ന സ്ഥലം വിട്ടു. അപ്പോൾ നമ്മൾ ഗൂഗിൾ AIനോട് ചോദിച്ചപ്പം നമുക്ക് കിട്ടിയ കിളീൻ്റെ കുറച്ച് ഫോട്ടോസാകട്ടോ അത്. അങ്ങനെയുണ്ട്, സൂപ്പറല്ലേ ഈ കിളീനെ നമുക്ക് കിട്ടിയത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബായ്.